നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ ഗൗതം, നീ വന്നോ? ഗൗതം, നീ മെയിൽ ചെക്ക് ചെയ്തിരുന്നോ? അതോ തിരക്കിനിടയിൽ അതിനുള്ള സമയം കിട്ടിയില്ലെന്നുണ്ടോ? മെയിൽ നോക്കിയില്ലമ്മേ. എനിക്ക് തോന്നി. ശോ, എന്റെ പാവം മോൻ, നിന്ന് തിരിയാൻ പോലും വയ്യാത്ത തിരക്കുകൾക്കിടയിൽ നിന്ന് നീ വീർപ്പ് മുട്ടുക. ഈ ആക്സിഡന്റ് കഴിഞ്ഞ് അല്പം പോലും റെസ്റ്റ് എടുക്കാൻ എന്റെ മോന് സാധിക്കുന്നില്ലല്ലോ. ആക്സിഡന്റിന്റെ ക്ഷീണമൊക്കെ മാറി ആന്റി. ഗൗതം വളരെ ആക്റ്റീവായിട്ട് തുള്ളുന്നത്. അയ്യോ സോറി, ജോലി ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ. എന്നാലും കുറച്ചുകൂടി ആരോഗ്യം വീണ്ടെടുക്കാനുണ്ട് അല്ലേ ഗൗതം? ഇടയ്ക്കിടയ്ക്കുള്ള ഒരു മയക്കം ഇപ്പോഴും വരുന്നുണ്ട്. അത് മാറിയാലേ പൂർണ്ണമായും ഭേദമായെന്ന് പറയാൻ പറ്റൂ. ഡ്രൈവ് ചെയ്തെന്ന് എത്ര പറഞ്ഞാലും നീ കേൾക്കില്ലല്ലോ. ഇന്ന് നീ തിരിച്ചു വന്നത് ഡ്രൈവ് ചെയ്തിട്ടല്ലേ തനിയെ? ഇനി അസുഖം മുഴുവൻ മാറിയിട്ട് ഡ്രൈവ് ചെയ്താൽ മതി. ശരി പാറു. അല്ല, ഞാൻ ആലോചിക്കുന്നതേ ഇവനെ ബാംഗ്ലൂരിലേക്ക് ഒറ്റയ്ക്ക് വിട്ടാ എങ്ങനെ ശരിയാവൂന്നാ. ബാംഗ്ലൂരിലേക്കോ? ഞാനെന്തിനു ബാംഗ്ലൂരിൽ പോണം? അതിനല്ലേ ഞാൻ മെയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. അവിടെ ഒരു ബിസിനസ് കോൺക്ലേവ് ഉണ്ട്, നീ പോയേ പറ്റൂ. ഞാനൊന്ന് മെയിൽ നോക്കട്ടെ. ഗൗതമിനെ ഒറ്റയ്ക്ക് ബാംഗ്ലൂരിലേക്ക് വിടുന്ന കാര്യം എനിക്ക് ആലോചിക്കാനേ വയ്യ. പോകാതിരുന്നാ നമ്മുടെ കമ്പനിക്ക് അതൊരു വലിയ നഷ്ടമാവുകയും ചെയ്യും. ഇവിടുന്ന് ഏതെങ്കിലും പേഴ്സണൽ സ്റ്റാഫിനെ കൂടെ വിട്ടാ ആ പ്രശ്നം പരിഹരിക്കാലോ. ഇതൊക്കെ മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റും. ബാംഗ്ലൂർ നമ്മുടെ ടീമുണ്ടല്ലോ, അവരുടെ ഹെൽപ്പ് മതിയാവും. അതെ, ഇവിടുന്ന് നീ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ മാത്രം കൂടെ കൊണ്ടുപോയാൽ മതി. നിന്റെ പുതിയ PA ശിവാനിയുടെ കഴിവുകളും പരീക്ഷിക്കാമല്ലോ. നിനക്കൊപ്പം ശിവാനി വരട്ടെ. എന്റെ കൂടെ ഇവിടെ ബാംഗ്ലൂർക്ക് വരാനോ? നോ വേ. അതെന്താ, നീ ബിസിനസ് ടൂറുകൾക്ക് പേഴ്സണൽ അസിസ്റ്റന്റുമാരെ ഒപ്പം കൂട്ടാറില്ലേ? അതുണ്ട്, പക്ഷെ ഇവിടെ വന്നാൽ ശരിയാവില്ല. ഇവന് മറ്റൊരു PA ഉണ്ടായിരുന്നല്ലോ, ബാംഗ്ലൂരിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോയ പോരെ. അവളെ ഇവന് ഇഷ്ടമല്ലെന്നും ഇവന്റെ എന്തൊക്കെയോ രഹസ്യങ്ങൾ ചോർത്തുന്നുണ്ടെന്നും ഇവൻ തന്നെയല്ലേ പരാതി പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരാളെ ഞാൻ ആ പോസ്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്തത്. എന്നെ ഗൗതമിന് ഇഷ്ടവും. ഞാൻ രഹസ്യങ്ങളൊന്നും ചോർത്തുമില്ല. ഞാനും ഗൗതവും കൂടെ ബാംഗ്ലൂരിൽ അടിച്ചു പൊളിക്കും. ഞാന് ജോലിയിൽ സൂപ്പർ ആയിരിക്കും ഉദ്ദേശിച്ചേ. ഗൗതം, നീ എന്താ ഒന്നും പറയാത്തത്? ശിവാനിയെ ഞാൻ എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇവൾക്ക് ജോലി കൊടുത്തേ തീരുവെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഓഫീസിൽ മറ്റേതെങ്കിലും പോസ്റ്റിൽ നിയമിക്കാം. ഞാൻ എതിർക്കില്ല. പിന്നെ ബിസിനസ് കോൺക്ലേവിൽ പോവാൻ എനിക്കൊരു സഹായിയുടെ ആവശ്യമില്ല. ഞാൻ തനിച്ചു പോയിക്കോളാം. ഇവളെയും കൊണ്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് പോകുന്നത് തന്നെ. ശരി, നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം അതാണെങ്കിൽ ഗൗതം തനിച്ചു പോട്ടെ. ഞാൻ നിനക്ക് മാത്രം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വിളിച്ചു പറയാം. ശരി. നമ്മൾ എതിർപ്പ് പറഞ്ഞ ഉടനെ വസു വഴങ്ങിയതിൽ എന്തോ ദുരൂഹതയുണ്ട്. ഏയ്, കൂടുതൽ നിർബന്ധിച്ചിട്ട് കാര്യമില്ലെന്ന് അമ്മയ്ക്ക് തോന്നിക്കാണും. അതാ വിട്ടുകളഞ്ഞത്. അല്ലടാ, ഈ ആപ്പ് ലോഞ്ചിങ്ങിന് നിധി വന്നതിനെ കുറിച്ച് വസു ഒരു അക്ഷരം പോലും ചോദിച്ചില്ല. വസുവിനെ നമുക്കറിഞ്ഞുകൂടെ? ഇത് കൊടുങ്കാറ്റിന് മുൻപേയുള്ള ഒരു ശാന്തതയാ. അവൾ എന്തോ മനസ്സിൽ കുറിച്ചിട്ടുണ്ട്, ഉറപ്പ്. എന്ത് വിചാരിച്ചാലും അത് മനസ്സിൽ അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ. ഇംപ്ലിമെന്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ആന്റി വിട്ടുകൊടുത്തത് ഒട്ടും ശരിയായില്ല. കുറച്ചുകൂടി നിർബന്ധിച്ചിരുന്നെങ്കിൽ ഗൗതം ബാംഗ്ലൂരിലേക്ക് എന്നെയും കൊണ്ടുപോവായിരുന്നു. ഗൗതമിന്റെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാനുണ്ടെന്ന് ആന്റി പറഞ്ഞപ്പോ പാർവതി ആന്റി സമ്മതിച്ചു. ആ പോയിന്റ് പിടിച്ച് എന്നെ കൊണ്ടുപോയേ പറ്റൂന്ന് വാശി പിടിക്കായിരുന്നു.
അതിന് പകരം എന്നെ പി ആക്കാൻ ശ്രമിച്ചതുകൊണ്ടാ പ്ലാനൊക്കെ ചീറ്റിപ്പോയത്. അതെ, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട. ഗൗതമിന്റെ ഹെൽത്തിൽ പിടിച്ച് ഞാൻ കൂടുതൽ സംസാരിച്ചിരുന്നെങ്കിൽ ഏട്ടത്തി നിധിയെ തന്നെ അവന്റെ കൂടെ വിടുവായിരുന്നു. ആപ്പ് ലോഞ്ചില് സംഭവിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഗൗതമും നിധിയും ബാംഗ്ലൂർക്ക് അതുപോലെ ആടിപ്പാടുമ്പോ നീ ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെ നോക്കി നിൽക്കേണ്ടി വരും. ഇപ്പോ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ആവശ്യം ഗൗതമിന് ബാംഗ്ലൂർ ഉണ്ടാവൂന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവനും അതിനെതിർപ്പില്ല. ഇനി നിന്നെ അവന്റെ PA ആയി തന്നെ ഞാൻ ആ ട്രിപ്പിൽ കയറ്റിവിടും. ഒരേ ഫ്ലൈറ്റില് നിനക്കും അവനും ഞാൻ സെപ്പറേറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യും. അവന്റെ കൂടെ ബിസിനസ് ക്ലാസ്സിലൊന്നും ഇരുന്നില്ലെങ്കിലും ഏതെങ്കിലും ഒരു മൂലയിലെങ്കിലും ഇരുന്ന് ബാംഗ്ലൂർക്ക് എത്തണം നീ. എനിക്കിരിക്കണമെന്നൊന്നും ഇല്ല ആന്റി. ഞാനെന്തെങ്കിലും കമ്പി തൂങ്ങി നിന്നോളാം. അവൻ താമസിക്കുന്ന അതേ ഹോട്ടലില് നിനക്ക് ഞാൻ റൂം ബുക്ക് ചെയ്യാം. ഓ, എന്നിട്ട് പേഴ്സണൽ അസിസ്റ്റന്റ് ആയ നിന്റെ സഹായം വേണ്ട അവസ്ഥയിലേക്ക് ഞാൻ അവനെ എത്തിക്കും. സൂപ്പർ ഐഡിയ. പക്ഷെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ആവാനുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ലല്ലോ. ഞാൻ പിന്നെ എങ്ങനെയാ ഗൗതമിനെ സഹായിക്കുക? അതിനൊക്കെ നിനക്ക് ഞാൻ ആളെ വെച്ച് ട്രെയിനിങ് തരും. ആ, വേണ്ടി വന്നാ നിന്നെ സഹായിക്കാൻ ഒരു ടീമിനെ തന്നെ ബാംഗ്ലൂരിൽ അറേഞ്ച് ചെയ്യാം. ഗൗതമിനെ വശത്താക്കി എടുക്കേണ്ട ജോലി മാത്രമാണ് നിന്റേത്. ആ, ഗൗതം നിന്നെ വിശ്വസിച്ച് തുടങ്ങുമ്പോ നിധിയെക്കുറിച്ച് ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി പറയണം. അതൊക്കെ അവൻ വിശ്വസിക്കണം. അത് ഞാൻ ഏറ്റു. ആന്റി നോക്കിക്കോ, ബാംഗ്ലൂരിൽ നിന്നും തിരിച്ചു വരുമ്പോഴേക്കും ഗൗതമിനെ ഞാൻ എന്റെ ഉള്ളം കയ്യിലെടുത്തിരിക്കും. നിധിയെ വേണ്ടെന്നും ഞാൻ മതിയെന്നും ഗൗതം തന്നെ ആന്റിയോട് പറയും. അത്രയ്ക്ക് കടന്നൊന്നും ചിന്തിക്കണ്ട. നിധിയെ അവൻ ഉപേക്ഷിക്കണം. തൽക്കാലം അത് മാത്രമാണ് ലക്ഷ്യം. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. കാര്യം നടന്നു കഴിഞ്ഞ് എന്നെ തഴയാനാ ഭാവമെന്ന് എനിക്കറിയാം. പക്ഷെ ആന്റി, ഞാൻ കഴുത്തിൽ ചുറ്റിയ പാമ്പ. എന്നെ അഴിച്ചെടുക്കാന്ന് ആന്റി കരുതണ്ട. എടാ ആ എടാ, വസുവിന്റെ മനസ്സ് പെട്ടെന്ന് മാറിയതിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്തു കുഴപ്പം? പാറു വെറുതെ ടെൻഷൻ അടിക്കണ്ട. ശിവാനിയെ ഞാൻ ഒപ്പം കൊണ്ടുവല്ലാന്ന് അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട്. ഓവ് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവള് കുറുക്കു വഴിയിലൂടെ ശിവാനിയെ നിന്റെ ഒപ്പം അയക്കാൻ ശ്രമിക്കുന്നത്. ആ നീ ആദ്യം ആ ലാപ്ടോപ്പ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ടോ? എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചൊന്ന് കേൾക്ക്. ആ. പാറു പറ. ഒരേ ഫ്ലൈറ്റിൽ നിനക്കും ശിവാനിക്കും സെപ്പറേറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാ വസുവിന്റെ പ്ലാൻ. ഏ? നീ താമസിക്കുന്ന അതേ ഹോട്ടലിൽ അവളും താമസിക്കും. അവളുടെ സഹായം നിനക്ക് ആവശ്യമാകുന്ന വിധത്തിൽ വസു നിന്നെ ബുദ്ധിമുട്ടിക്കും. രണ്ടുപേരും കൂടി ഗൂഢാലോചന നടത്തുന്നത് ഞാൻ കേട്ടു. നിധി അകറ്റി നിന്നെ സ്വന്തമാക്കാനാ ശിവാനിയുടെ ലക്ഷ്യം. ആ പക്ഷെ മട്ട് കണ്ടിട്ട് വസു അതിന് സമ്മതിക്കുന്നു തോന്നില്ല. നിധിയെ അകറ്റുന്നത് മാത്രം നിന്റെ ലക്ഷ്യം ശിവാനിയോട് അവള് പറയുന്നത് കേട്ടു. ശിവാനിക്ക് അതിൽ നല്ല ദേഷ്യമുണ്ട്. അമ്പടാ, ഒറ്റ ഒളിഞ്ഞോട്ടത്തിൽ പാറു ഇത്രയും വിവരങ്ങൾ ശേഖരിച്ചോ? പാറു ആളൊരു സംഭവം തന്നെ. 30-35 കൊല്ലായിട്ട് ഈ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതേ ഞാൻ പലതും ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് കൊണ്ടാ. അത് നീ മറക്കണ്ട കേട്ടോ. അയ്യോ അറിയാമേ, ഞാൻ പാറുവിനെ ഒന്ന് പൊഴുത്തിയതല്ലേ. അതിനിങ്ങനെ പരിഭവിക്കണോ? നീ എന്നെ സോപ്പിടൊന്നും വേണ്ട. ബാംഗ്ലൂർ യാത്രാ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം അത് പറ. എന്റെ പാറു, അമ്മയും ശിവാനി എന്തു വേണമെങ്കിലും പ്ലാൻ ചെയ്തോട്ടെ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. നീ അങ്ങനെ തറപ്പിച്ചു പറയൊന്നും വേണ്ട. ഏത് വിധത്തിലാ വസു പദ്ധതി തയ്യാറാക്കുന്നതെന്നേ നമുക്ക് പറയാൻ പോലും പറ്റില്ല. ഒരിക്കൽ ശിവാനി നിന്നോട് അടുത്തു കഴിഞ്ഞ പിന്നെ അവളെ അകറ്റാൻ ബുദ്ധിമുട്ടാ. എന്റെ പാറു, ഞാൻ അവളെ അടുപ്പിക്കില്ല. പാറുവിന് എന്നെ അറിയാലോ, പിന്നെന്താ പ്രശ്നം? എടാ, റിസ്ക് എടുക്കണ്ട. അതില് നല്ലത് വസു അറിയാതെ നീ നിധിയും കൂട്ടി പോകുന്നതാ. സ്കൂളിലും ആപ്പ് ലോഞ്ചിങ്ങിനും ഒക്കെ നിങ്ങൾ ഒരുമിച്ചല്ലായിരുന്നോ? അതുപോലെ നിങ്ങൾ ഒരുമിച്ച് തന്നെ ബാംഗ്ലൂർക്കും പോകണം. നിങ്ങൾ അങ്ങ് ചെന്ന് കഴിഞ്ഞിട്ടേ വസു ഇക്കാര്യം അറിയാവൂ. പിന്നെ അവൾക്ക് ഒന്നും ചെയ്യാനാവില്ല. പാറു എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.